നമസ്കാരം. കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോളിറ്റ് ബ്യൂറോ കത്ത് വിവാദം ഉണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തേക്ക് വിടാൻ പോവുകയാണ്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാദിഭാഗത്തും പ്രതിഭാഗത്തും നിർത്തി മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടുപേർ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഫോൺ സംഭാഷണം. അതും ഇന്നിപ്പോ പറയുന്ന ഈ പോളിറ്റ് ബ്യൂറോയിലൊക്കെ അയച്ച കത്ത് അല്ലെങ്കിൽ കൊടുത്ത പരാതിയൊക്കെ ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ട് ഇവർ തമ്മിൽ സംഭാഷണം നടത്തുകയും ഞാൻ പരാതി കൊടുക്കുമെന്ന തരത്തിൽ ഇപ്പോ മാധ്യമങ്ങൾ കൊണ്ട് നടക്കുന്ന അഖില ലോക ഫ്രോഡായിട്ടുള്ള ഷെഹസാദ് എന്ന വ്യക്തി രാകേഷ് കൃഷ്ണയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഓഡിയോ ആണ്. പക്ഷേ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും വഴങ്ങി കൊടുക്കുന്നില്ല. പക്ഷെ നിങ്ങളെക്കുറിച്ച് ഞാൻ പലതും എന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുമെന്ന് ഒരാൾ മറ്റൊരാളെ വിളിച്ച് പറയുകയാണ്. നാട്ടിൽ എവിടെയെങ്കിലും നടക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒരാൾക്കെതിരെ പരാതി കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ പരാതിയെ സംബന്ധിച്ച് ആർക്കെതിരെയാണോ പരാതി കൊടുക്കാൻ പോകുന്നത് അയാളെ വിളിച്ച് മുൻകൂട്ടി അങ്ങ് അറിയിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു രീതി ഇവിടെ നടന്നിരിക്കുകയാണ്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വളരെ പ്രതിസന്ധിയിലായ സംഘപരിവാർകാർ അവരുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന, അവരുടെ സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള നിലയ്ക്കാണ് ഈ പ്ലാന്റഡ് വിവാദം പുറത്തേക്ക് വന്നിരിക്കുന്നതെന്ന് ആ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്തെന്നാൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വിഷയം എന്താണ്? രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു, വോട്ട് കച്ചവടം നടത്തി എന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപി എന്ന സംഘപരിവാർകാരൻ സ്വന്തം ഡ്രൈവറെയും ഭാര്യയും ബന്ധുക്കളെയും കുഞ്ഞമ്മയെയും കൊച്ചച്ഛനെയും അപ്പൂപ്പനെയും അമ്മുമ്മയുടെ നായരെയും തുടങ്ങി സകലരെയും കൊണ്ടുവന്ന് തൃശൂരിൽ വ്യാജ വോട്ട് ചേർത്ത് വിജയിച്ചതാണെന്നുള്ള ആരോപണം ശക്തമായിരിക്കുകയും ആ വിഷയം ഇന്ത്യ മുന്നണി ശക്തമായി ഉയർത്തുകയും ചെയ്ത സന്ദർഭത്തിൽ വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു. വലിയ മാധ്യമ ചർച്ചകൾ അതിന്റെ പിന്നിൽ നടക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരിനെ കൂടി വിവാദത്തിൽപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞാൽ നേരത്തെ ഉയർന്നു വന്ന വിഷയങ്ങൾ മുഴുവൻ ജനം മറക്കും. അത് മറക്കാൻ വേണ്ടി മുൻപ് പുറത്തു വന്ന ഒരു ലെറ്ററിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യാജ വാർത്ത പ്ലാൻ ചെയ്ത് പുറത്തേക്ക് വിടുമ്പോൾ ആ പരാതി ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ട് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് ഈ ഒരു 15 മിനിറ്റ് ഓഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിലയിരുത്തൂ. ഒരു പരാതിക്കാരനാകാൻ പോകുന്ന വ്യക്തി ആർക്കെതിരെയാണോ പരാതി കൊടുക്കാൻ പോകുന്നത്, നിങ്ങളെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാവും, നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ വല്ലാതെ വേട്ടയാടപ്പെടുമെന്ന തരത്തിലൊക്കെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയും ആ ഭീഷണിപ്പെടുത്തലിന് വഴങ്ങാത്ത രാകേഷ് കൃഷ്ണയും തമ്മിലുള്ള ആ ഫോൺ സംഭാഷണം ഇപ്പോഴത്തെ വിവാദത്തെക്കുറിച്ച് നെല്ലും പതിരും തിരിയിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാക്കും. ഹലോ ഹലോ പറയ്. രാജേഷ്, അതില് ഇപ്പൊ 5-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് കാണണം എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു ഇവള് ഇപ്പൊ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഓക്കെ, അപ്പൊ അതിന്റെ എന്റെ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ 3 പ്രാവശ്യമായിട്ട് ഞാൻ പല കാരണങ്ങൾ പറഞ്ഞ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഞാൻ കൗണ്ടർ കൊടുക്കാതെ വെച്ചിരിക്കുകയാണ്. അല്ലല്ല, ഫാമിലി ആണെങ്കിലും അതിനകത്തുള്ള വിഷയം ഞാൻ പറയാം. അതിനാണ് ഞാൻ മെയിൻ കാണണം എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ രണ്ടാമത് ഡേറ്റ് എടുത്ത് നോക്കുമ്പോ ഇപ്പൊ ഫൈനൽ ഹിയറിംഗ് രണ്ടാമത് എനിക്ക് തന്നിരിക്കുന്നത് 28-ാം തീയതിയാണ്. 28-ാം തീയതി എനിക്ക് കൗണ്ടർ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അതിൽ പെടും, മനസ്സിലായില്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുടെ അടുത്ത് കാണണം എന്ന് പറഞ്ഞത്. ഈ കൗണ്ടർ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3-4 എക്സ്ക്യൂസ് ഇപ്പം നടത്തി. കാരണം അത് ഞാൻ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗണ്ടർ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ റത്തീനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു കേസാണ്. കാരണം ഞാനിപ്പോൾ അവള് പറഞ്ഞ അലിഗേഷൻസ് അക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്ക് ജയിലിൽ പോകാൻ പറ്റില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ അതിന് കൗണ്ടർ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സീനിയർ മോസ്റ്റ് വക്കീലിനെ കൊച്ചിയിൽ കണ്ടിരുന്നു. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു അഡ്വൈസ് പ്രകാരം എന്താ വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്താണ്. അപ്പൊ പുള്ളിക്കാരന്റെ അഡ്വൈസ് പ്രകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൗണ്ടർ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പബ്ലിക് ആവും. ഇത് പബ്ലിക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളെ കാര്യമല്ല പറയുന്നത്, നമ്മളെ രണ്ടാളെ ലൈഫിലും കയറി വരുന്ന വലിയ ഇഷ്യൂ ആയിരിക്കും അത്. കാരണം എന്ന് വെച്ചാൽ ഇത് പബ്ലിക് ആവും. പബ്ലിക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കൊണ്ടുള്ള നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റാൻ പറ്റാത്ത നഷ്ടങ്ങളായിരിക്കും വരിക. അപ്പൊ ഈ കൗണ്ടർ അല്ല എൻ്റെ ഭാര്യന്റെ ഇടയിൽ. ഓക്കെ, അപ്പം ഈ കൗണ്ടറിൽ ഈ ഇങ്ങനെ ഒരു കേസൊക്കെ കയറി വരാനുള്ള കാരണം ഞാൻ എന്താന്നുള്ളത് പറയേണ്ടിയില്ലല്ലോ. അല്ല, എനിക്കറിയത്തില്ല. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ ബോധവല്ല. എനിക്കറിയത്തില്ല. എനിക്കറിയാത്ത കാര്യത്തെ കുറിച്ച് കമന്റ് ചെയ്യാനും ഞാൻ റെഡിയല്ല. ഇത്രയും കാലം ഇല്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം വന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗണ്ടർ ഫയൽ ചെയ്യുന്ന സമയത്ത്
എനിക്ക് പല കാരണങ്ങളും പല എവിഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളും എനിക്കും ജീവിതത്തിൽ വരാൻ പറ്റുന്ന വലിയ അതിനെക്കൊണ്ട് അനുഭവിക്കുന്ന നമ്മളെ കുട്ടികളാണ് അനുഭവിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? എനിക്കതിനൊക്കെ ഞാൻ അവരുമായിട്ട് പോലും ഇപ്പൊ ടച്ചിലല്ല. അപ്പൊ അതുകൊണ്ട് എന്നെ ഇത് ബാധിക്കുന്ന വിഷയമേ അല്ല. നിങ്ങൾ ടച്ച് ഇല്ലാണ്ടാണോ നിങ്ങൾ നവംബറിൽ ഒരു കമ്പനി തുടങ്ങിയിരിക്കുന്നത്? പിന്നെ അത് തുടങ്ങിക്കണം. ഞാൻ അത് കഴിഞ്ഞിട്ട് ടച്ചിലില്ലാതാവാനുള്ള സമയം ഉണ്ടാവില്ല. എന്റെ കമ്പനി നിങ്ങൾ അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കമ്പനി തുടങ്ങണ്ടേ? അതെ, നിങ്ങൾ ടച്ചിലില്ല എന്ന് പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ അല്ല, ടച്ചിലില്ലാന്നുള്ള മറുപടി ഞാൻ ബിസിനസ് റിലേഷൻഷിപ്പ് ഒരാളുമായിട്ട് ഉണ്ടെങ്കിൽ പോലും ആ ബിസിനസ് പോലും ഇപ്പൊ ഹോൾഡിലാണ്. ഞാൻ നടത്തണോ വേണ്ട എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം അത് എന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഓരോ പൗരനോ ഓരോ ബിസിനസ് എന്ത് ചെയ്യണമെന്ന് അതാ പറഞ്ഞ എനിക്ക് കമ്പനി തുടങ്ങിയതിനൊക്കെ ചലഞ്ച് ചെയ്യാൻ നിങ്ങൾ വരുവേം വേണ്ട. എനിക്ക് തുടങ്ങേണ്ട രീതിയിൽ ഞാൻ കമ്പനി തുടങ്ങി. അല്ല, ഞാൻ ചലഞ്ച് ചെയ്തതല്ല, നിങ്ങൾ ബന്ധമില്ല എന്ന് പറഞ്ഞതിനെ കൊണ്ട് മറുപടി പറഞ്ഞു. അല്ല, അതാ പറഞ്ഞ ഞാൻ കമ്പനി തുടങ്ങി. എനിക്ക് കമ്പനി തുടങ്ങണം, ഞാൻ ഫംഗ്ഷൻ ചെയ്യണം, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്നെ ബാംഗ്ലൂരിൽ വന്നിരുന്ന് കണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ ചെയ്തൊരു കാര്യമാണ് ആ കമ്പനി ഡയറക്ടർ ബോർഡിൽ നിന്ന് നിങ്ങൾ മാറുവാണെന്നുള്ളത്. എന്ത് സംഭവിച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാണ്. നിങ്ങൾ ലെറ്റർ കൊടുത്തല്ലോ, റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. അത് കഴിഞ്ഞ് നിങ്ങളത് വിത്ഡ്രോ ചെയ്തു. കോടതിന്റെ നോട്ടീസ് വന്നപ്പോഴാണ് ഞാനല്ലല്ലോ നോട്ടീസ് അയച്ചേ. ഞാനല്ലല്ലോ. ഈ ശശാദ ഒറ്റ ചോദ്യം, ഈ കമ്പനി എന്റെ കമ്പനി എന്ന പേരിൽ ഞാൻ തുടങ്ങാനിരുന്ന സമയത്ത് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി പറഞ്ഞിട്ടാണ് ആ കമ്പനിയുടെ നിങ്ങളുടെ കയ്യിൽ ഒരു കമ്പനി. ലിസൺ ഞാൻ പറയാനുള്ളത് കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ എനിക്കിനി മുന്നോട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പറയുന്നത് അന്ന് നമ്മൾ സംസാരിച്ചത് നിങ്ങളുടെ കമ്പനി ഒരെണ്ണം വെറുതെ കിടക്കുന്നു, ആ കമ്പനി എന്റെ പേരിലേക്ക് പേര് മാറ്റി തന്നോളാം, അതിന്റെ പേരിൽ ചെയ്തോ, തൽക്കാലം ഒരു ഡയറക്ടർ അതിനകത്ത് വേണ്ടിയതിനാൽ റെദീന അതിനകത്ത് ഇരിക്കും എന്ന പേരിൽ എന്നോട് പറഞ്ഞിട്ടാണ് ഒരു കമ്പനി തുടങ്ങാനുള്ള താമസത്തിന്റെ പേരിൽ പറഞ്ഞിട്ടാണ് തുടങ്ങി. അത് പ്രകാരം ഞാൻ ഒഫീഷ്യലായിട്ട് റെസിഗ്നേഷൻ കൊടുത്തതാണ്. റെസിഗ്നേഷൻ നിങ്ങൾ ആൾക്കാരാണ് പ്രോസസ് ചെയ്യാണ്ട് വെച്ചത്, വെച്ചു. പിന്നീട് കോടതി സമയത്ത് എനിക്കത് പന്തികേട് തോന്നിയോണ്ടാണ് ഞാൻ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് നിങ്ങളുടെ സൗകര്യം. ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ അത് കൊണ്ടുപോയ സ്ഥിതിക്ക് എനിക്ക് വേറെ കമ്പനി തുടങ്ങണമല്ലോ. അത് ഇതിനകത്ത് കയറി വരേണ്ട ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് വേറെ കമ്പനി തുടങ്ങണമല്ലോ. നിങ്ങൾ പറഞ്ഞതിന്റെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ബാക്കി പറയും. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പല വക്കീൽമാർ അറിയുകയാണെങ്കിലും ഞാൻ വളരെ വിശ്വസ്തനായ ഒരു വക്കീൽ മുഖേനയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൗണ്ടർ കൊടുക്കുന്ന മുമ്പ് ഒന്നുകൂടെ ആലോചിച്ചോളൂ. ഇത് കൗണ്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോർട്ടിലാവും, പിന്നെ ഇതാവും, കോടതി എന്താ പറയുക, ഈ വിസ്തീർണമൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മൾ ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് പബ്ലിക് ആവും. ഇത് പബ്ലിക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ എന്തെങ്കിലും തട്ടിമുട്ടിയ ഒരു ബിസിനസ് ചെയ്തു പോകുന്ന ആളാണ്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം വരാൻ പോകുന്നത് അവൾക്ക് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കലി ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ നഷ്ടത്തെ കുറിച്ച് എന്റെ അടുത്തല്ലല്ലോ സംസാരിക്കണ്ടേ, അവരോടല്ലേ സംസാരിക്കണ്ടേ? അല്ലല്ല, പക്ഷെ അല്ല, നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ അവരും തമ്മിൽ പിന്നെ ബിസിനസ് ഒരു കോണ്ടാക്ടും കാര്യവും ഇല്ല? ഇന്നത്തെ ദിവസം ഒരു കോണ്ടാക്ടും കാര്യമില്ല. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ നിൽക്കുന്ന സിറ്റുവേഷനിൽ. കാരണം അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ഓൺ ഹോൾഡ് ആണ്. അത് മുന്നോട്ട് പോകണോ വേണ്ട എന്നുള്ളത് ആലോചിക്കുന്നേ ഉള്ളൂ. ഞാനിപ്പം ഇന്നത്തെ ദിവസം കൃത്യമായി പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ഇല്ല. ഇപ്പം ചിലപ്പോൾ ആ കമ്പനി ഞാൻ എടുക്കും, ഇല്ലെങ്കിൽ അവർക്കത് കൊടുക്കും. എനിക്കിപ്പം അതിനെക്കുറിച്ച് ഞാൻ വലിയ ബോധമൊന്നുമല്ല. ഞാൻ അതിൽ ഓപ്പറേഷൻ തുടങ്ങി, കുറച്ച് ഫണ്ട് വന്നു, നമ്മളത് ചെയ്യാൻ തുടങ്ങി, അതിന്റെ ഒരു ഘട്ടത്തിലെത്തി, അത് ഞാൻ നിൽക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അല്ല ഞാനിപ്പോ ആ കമ്പനി തുടങ്ങിയതല്ല പറഞ്ഞത്, സബ്ജക്റ്റ് അതല്ല. അതിനകത്ത് അത് ഞാൻ നിങ്ങൾ ഇങ്ങനെ ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു ഇത് റീസൺ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഇതിനകത്ത് ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എപ്പോഴാണെന്നുള്ള എനിക്ക് കറക്റ്റ് ബോധ്യം ഉണ്ടായിരുന്നില്ല അടുത്ത ഹിയറിംഗ് ഡേറ്റ്. അവരൊരു സുഹൃത്തൊന്നും അല്ലല്ലോ, എന്നോട് എന്ത് ഹെൽപ്പ് ചോദിച്ചാലും ഞാൻ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ചിലപ്പോൾ ചെയ്തെന്നും ഇരിക്കും, ഇതില്ലാന്നൊന്നും ഞാൻ പറയത്തില്ല. അത് രതീന നാളെ വന്നിട്ട് ഇപ്പോഴത്തെ നിലയിലില്ല, ഞാൻ പറയുന്നു ഇപ്പോഴത്തെ നിലയിലില്ല. നാളെ വന്നിട്ട് അവരെന്നോട് പറയുകയാണ് ഞാനൊരു പ്രശ്നത്തിലാണ്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് ഹാൻഡ് ഫുൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, അടുത്ത സുഹൃത്തുക്കളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിന് എന്നോട് ഹെൽപ്പ് ചോദിച്ചാൽ ഞാനിപ്പോൾ എനിക്കങ്ങനെ മാറിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എനിക്കെതിരെ 1-2 ആരോപണം ഉന്നയിച്ചെന്ന് വെച്ചോണ്ട് ഞാൻ പോകത്തില്ല. അതാണ് ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞത്. ഞാൻ ആരോപണം ഉന്നയിച്ചു, അതെല്ലാം അവിടെ നിൽക്കട്ടെ, അതൊന്നുമില്ല. ഞാനായിട്ട് അങ്ങനെ ഇതുവരെ അവിടെ ഇത്രയും വർഷമായിട്ട് ഉന്നയിക്കാത്ത ആരോപണമൊന്നും ഞാനായിട്ടൊന്നും ഉന്നയിച്ചിട്ടില്ല.
അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓപ്പൺ ആയിട്ട് വിട്ടതായിരുന്നു ഞാൻ. കാരണം അത്രയും വിശ്വാസമായിരുന്നു. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ കൗണ്ടർ ഫയൽ ചെയ്യേണ്ട ദിവസം 28 ഈ 28 കൗണ്ടർ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ അത് എന്റെ കയ്യിൽ നിന്ന് സംഗതി പോകും. അപ്പൊ അതെന്തായാലും എന്റെ ലൈഫിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതിൽ എനിക്ക് അങ്ങനെ പോയിട്ട് ആ കുറ്റം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ, എന്റെ മേലിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം. നിങ്ങൾ എന്നോട് സംസാരിച്ചു തുടങ്ങിയത് നിങ്ങളുടെ പേഴ്സണൽ വിഷയം അല്ല ആണേ. ഏത്? ഇന്ന് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് എന്നോട് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് നിങ്ങളുടെ പേഴ്സണൽ വിഷയത്തെ കുറിച്ചല്ല എന്നോട് സംസാരിക്കേണ്ടതെന്നാണ്. അല്ല, പേഴ്സണൽ വിഷയമല്ല, നമ്മൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ചെയ്യണം. അല്ലാതെ പേഴ്സണലും ബിസിനസ്സും ഒന്നും അല്ല നമ്മൾ തമ്മിലുള്ള പ്രശ്നം. എന്റെ പേര് എനിക്കിപ്പോ നിങ്ങൾ അത് പേര് വലിച്ചഴിച്ചാലും പ്രശ്നമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ല. എനിക്കിനി ഇത് കൂടുതൽ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട സ്ഥലങ്ങളിൽ എന്നെ ബോധ്യമുള്ളവർ ബോധ്യപ്പെട്ടാൽ മതി. അതാണ് എന്റെ എല്ലാ കാലത്തും നിലപാട്. നിങ്ങൾ എന്നെ കുറിച്ച് മോശം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ട് എന്റെ ഫേസ് അങ്ങ് പോകുന്നു. ഈ കേസും ഇതൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ഞാൻ അവളായിട്ട് ഒരു ബന്ധവും ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇവിടെ അവളവിടെ അത്രേ ഉള്ളൂ. ഞാൻ അതിനിടയിലെ തന്നെ കോടതിന്റെ 3ാമത്തെ നോട്ടീസ് കിട്ടിയിട്ടാണ് ഈ 4-ാം തീയതി ഞാൻ അവിടെ വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വക്കീൽ പറഞ്ഞു ഇനി നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ വാറണ്ടാവും എന്ന് പറഞ്ഞു. 3ാമത്തെ നോട്ടീസിൽ ഞാൻ വന്നു, അപ്പയറായി. എൻ്റെ അടുത്ത് കോടതി വക്കീലിനെ എന്തുകൊണ്ട് ഇതുവരെ വെച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഇതൊരു കുടുംബ പ്രശ്നമാണ്, എനിക്ക് കൂടുതൽ ഇത് പബ്ലിസൈസ് ചെയ്യാൻ പറ്റി താല്പര്യമില്ല. അപ്പോൾ ജഡ്ജൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അഡ്വക്കേറ്റിനെ വെക്കാതെ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇയാളുടെ അടുത്ത് പോയി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാളിപ്പോൾ പറഞ്ഞു നമുക്ക് ഈ കൗണ്ടർ കൊടുക്കാം, പക്ഷേ ഈ കൗണ്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാവുന്നത് അവർക്കായിരിക്കും. കാരണം വെച്ചാൽ അവരൊരു പബ്ലിക് ഫിഗറാണ്, വളർന്നു വരേണ്ട ആളാണ്, എല്ലാം ചെയ്താണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് അവരോട് പറയാമല്ലോ, നിങ്ങളുടെ ഭാര്യയല്ലേ, എത്ര വർഷമായിട്ട് നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ വിളിച്ച് പറയൂ. ഞാനാണ് പറയേണ്ടത്, ഞാൻ പറയാൻ പോകുന്നില്ല. നിങ്ങൾ എന്നെ അവളുടെ അടുത്ത് ഞാൻ അത് കൊച്ചിയിൽ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനൊന്നും വ്യക്തമായ ഇത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് നിങ്ങളെയും കൂടെ ബാധിച്ച ഒരു വിഷയമായതുകൊണ്ട് എന്നെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല, ഇനി ബാധിക്കാനും പോകുന്നില്ല. ശേഷം ഞാൻ ഓപ്പണായി പറയുകയാണ്, നിങ്ങൾ എനിക്കെതിരെ ഇനി എന്ത് പറഞ്ഞുണ്ടാക്കിയാലും എന്റെ തടിയിൽ തട്ടാൻ പോകുന്നില്ല. ബിക്കോസ് എനിക്ക് എന്റെ മനസാക്ഷിയെ ബോധിപ്പിച്ചാൽ മതി, അതിനകത്ത് ഞാൻ ഓക്കെ. ഞാനായിട്ടൊരു കാര്യം ഇതിൽ പറഞ്ഞുണ്ടാക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ കൗണ്ടർ കൊടുക്കുന്ന സമയത്ത് ചില വസ്തുതകൾ അതിൽ കയറി വരും. വസ്തുതകളെ വരാവൂ, ഇത്ര ഞാൻ പറയുന്നുള്ളൂ. വസ്തുതകളെ വരാവൂ. നിങ്ങളുടെ തെളിവാണെങ്കിൽ തെളിവുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ തെളിവുണ്ട്, ആ തെളിവൊക്കെ വെളിയിൽ വരേണ്ട സമയം കഴിഞ്ഞു എന്നുള്ള ബോധമുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് എന്ത് തെളിവുണ്ടെങ്കിലും എനിക്ക് ബോധ്യം ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യമില്ലെന്ന്. അപ്പൊ പിന്നെ നിങ്ങളുടെ എന്ത് തെളിവിരിക്കാനാ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വരണ്ട പ്ലീസ്. അത് ചെയ്യാൻ താല്പര്യമില്ല. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ കുട്ടികൾ, എനിക്ക് 2 പിള്ളേരുണ്ട്, അവരുടെ കാര്യമാണ് ഞാൻ. അത് നിങ്ങൾ ഭയങ്കര കെയറിങ് ആളാന്ന് എനിക്കറിയാം, ഞാൻ കേട്ടു, ഞാൻ അറിഞ്ഞില്ല. എന്നോടാരും വേറൊരു വഴി കൂടെ ഞാൻ കേട്ടു, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്ന് കെയർ ചെയ്ത് അവളെ എടുത്തിട്ട് ഇടിച്ചിരുന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. അത് അവളായിട്ട് ഉണ്ടാക്കിയ ഒരു സീനാണ്. ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് പിള്ളേരുടെ പാസ്പോർട്ട് ചോദിച്ചോണ്ടിരിക്കും. അവിടെ കണ്ടോണ്ടിരുന്ന ആളെ എനിക്കറിയാവുന്ന ആളാണല്ലോ അവിടെ കണ്ടോണ്ടിരുന്നത്. എന്താ ഞാൻ കബോർഡ് വലിച്ചു തുറന്ന് പാസ്പോർട്ട് എടുത്തു, അത്രേ ഉള്ളൂ. നിങ്ങൾ അവരെ അടിച്ചിട്ടില്ല? ഇല്ല. അല്ല, അത് നിങ്ങളുടെ കാര്യം അല്ല. നിങ്ങൾ ബിസിനസ് കാര്യത്തെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ ഇത് ഇങ്ങനെ സംസാരിച്ചോണ്ട് പോകേണ്ട കാര്യമല്ല. പറഞ്ഞു എന്താ ഉദ്ദേശിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാൻ ചെയ്തു എന്ന് പറയുന്ന ആളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കബോർഡ് ഞാൻ വലിച്ചു തുറന്നു, സാധനം എടുത്തു, എനിക്കത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ അത് റിന്യൂവലിന് കൊടുക്കാൻ പോവാണ്. ഇത് 6 മാസമായിട്ട് ഞാൻ. നിങ്ങൾ എന്റെ കമ്പനിക്കെതിരെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഏത് കമ്പനിക്ക്? കിങ്ഡത്തിനെതിരെ നിങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇന്ന് വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ എന്റെ എവിഡൻസ് ഉണ്ട്. നിങ്ങൾ എനിക്കെതിരെ വല്ലതും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അതായത് ചെയ്യാനുള്ള സംഗതികൾ എന്റെ അടുത്തുണ്ട് എന്ന് ഞാൻ ജയന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങ് ചെയ്യേണ്ട ശേഷം എന്നെ മറ്റേ മിഥുനത്തിനകത്ത് മറ്റേ ഇപ്പൊ പൊട്ടിക്കും പറഞ്ഞാൽ നിൽക്കത്തില്ലയോ? ഞാൻ ഇന്നസെന്റിന്റെ രീതിയിലാണ്. നിങ്ങളത് പ്ലീസ്. ചെയ്യേണ്ട സമയമായി കഴിഞ്ഞാൽ, അതായത് ഇത് എവിടം വരെ എത്തും എന്നുള്ളത് എനിക്ക് അവസാന നിമിഷം. എന്നെ ഭീഷണിപ്പെടുത്താനാ നീ വിളിച്ചത്? നീ വേറെ പണി നോക്കണേ. ഭീഷണിയല്ല, അത് മനസ്സിലാക്ക്. ഭീഷണിയല്ല. നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി ഞാൻ പറയാണ്. ആയിക്കോട്ടെ. എനിക്കെതിരെ നിന്റെ എന്തേലും, എന്റെ കമ്പനിക്കെതിരെ നിന്റെ എന്തെങ്കിലും ഉണ്ട്, നീ ചെയ്യാതിരിക്കുന്നു ഞാൻ വിശ്വസിക്കണം. ഞാൻ വെറും മണ്ടനായിരിക്കണം. നീ താഹിറിനെതിരെയും ഷബീറിനെതിരെയും മറ്റവനെതിരെയൊക്കെ ചെയ്ത പോലാന്ന് വിചാരിച്ചോ? എനിക്കെന്തുവെന്നറിയോ, ഇവർക്കൊക്കെ കോടികൾ നഷ്ടപ്പെടാനുണ്ട്. പക്ഷെ എനിക്ക് അത്തരം കാര്യങ്ങളൊന്നുമില്ല. 1 രൂപ പോലും എനിക്ക് കള്ളത്തരത്തിൽ ഞാൻ ഉണ്ടാക്കുന്നില്ല. ഞാൻ 2 കൺട്രിയിൽ ടാക്സ് അടച്ചുണ്ടാക്കുന്ന പൈസയേ ഉള്ളൂ. ആ പൈസ എനിക്ക് എവിടെയും കാണിക്കാം. ഞാൻ അതിൽ കൂടുതൽ കടത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നുമില്ല.
ഇല്ല, നീ തന്നെ എനിക്ക് തരാനുണ്ടല്ലോ 26 ലക്ഷം രൂപ. 2 വർഷമായിട്ട് നീ എനിക്ക് 26 ലക്ഷം രൂപ തരാനുണ്ടല്ലോ. നിനക്കെതിരെ കേസ് കൊടുത്തപ്പോഴല്ലേ നീ തുടങ്ങിയത്? കേസ് കൊടുത്തത് നിന്റെ ചെക്ക് വാങ്ങിച്ചപ്പം അന്ന് തുടങ്ങിയ അസുഖമല്ലേ ഇത്? എനിക്കിതൊന്നും പ്രശ്നമല്ല ഷർഷാദെ. ഇതൊക്കെ ഞാൻ അനുഭവിക്കാനുള്ളതിന് മാക്സിമം നീ എനിക്ക് എതിരെ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇതൊന്നും അല്ല നമ്മളെ സബ്ജക്ട്. എന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് നീ ബിസിനസ് സംസാരിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത് ഷർഷാദ്. ബിസിനസ് സംസാരിക്കാനല്ല ഞാൻ വിളിച്ചത്. ബിസിനസ് പേഴ്സണൽ കാര്യമാണ്, പേഴ്സണൽ കാര്യമല്ല എന്ന് എന്നോട് പറഞ്ഞു. പേഴ്സണൽ കാര്യമല്ല, ഇത് ബിസിനസ് റിലേഷൻഷിപ്പിൽ വന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പൊ നമ്മൾക്ക് അങ്ങോട്ടും എനിക്ക് അങ്ങോട്ടും ബിസിനസ് ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ട ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ഈ കോടതിയും കേസും ബഹളമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബിസിനസ് എല്ലാവരും എനിക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. കം ടു ദ പോയിന്റ്. എന്താ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? ദാറ്റ്സ് ഇറ്റ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ കേസിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴാണ് ഡേറ്റ് എടുത്ത് നോക്കിയപ്പം അത് 28 ആണ് കാണുന്നത്. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തമ്മിലുള്ള കേസിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതിനകത്തുള്ള നമ്മളെ വിഷയം നിങ്ങളാണല്ലോ. ഞാൻ ഒരിടത്തും വിഷയമല്ല. നിങ്ങളാണെന്ന് എന്നെ കോടതി പിടിച്ച് ശിക്ഷിക്കോ? നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കൊടുത്താ? ഇതിനകത്ത് ഇത് ഇന്ത്യയാണ്, ജനാധിപത്യ രാജ്യമാ. എനിക്കും എന്റെ സ്റ്റാൻഡുകൾ പറയാനുള്ള അവസരമൊക്കെ ഉണ്ടാവും. എന്നെ വിളിപ്പിക്കാൻ പോലും സാധ്യതയില്ല. അല്ല, നിങ്ങളെ വിളിപ്പിക്കുന്നുണ്ടോ, നിങ്ങളെ വിളിപ്പിക്കാനൊന്നും എന്റെ ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊടുക്കുന്ന കൗണ്ടർ സ്റ്റേറ്റ്മെന്റുകൾ അവർക്ക് ദോഷം ചെയ്യുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് എന്നോടല്ല പറയണ്ടേ. ഷർഷാദിന്റെ ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ട്. എന്റെ അടുത്തേക്ക് വല്ല മെസ്സേജ് എത്തണമെങ്കിൽ മറ്റൊരു 10 പേരുടെ അടുത്ത് പറയാം. ആ ആളുകൾ ഇങ്ങോട്ട് എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആ പാറ്റേൺ ഇവിടെ ഓടത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ അടുത്ത് ഞാനിത് ഒരിടത്തും എത്തിക്കാൻ പോകുന്നില്ല. ഞാൻ അവരുമായിട്ട് അങ്ങനെ ഒരു ടേംസിലും അല്ല, അവരുമായിട്ട് സംസാരിക്കുന്ന ടേംസിൽ പോലും അല്ല. 1. 2, ഇതിനകത്ത് നിങ്ങളുടെ ഫാമിലി ബിസിനസ്സിൽ എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ശരി, ആയിക്കോട്ടെ. ഞാനിപ്പോ കൗണ്ടറായിട്ട് മുന്നോട്ട് പോവാ. എന്നെ എന്തിനാ പേടിപ്പിക്കുന്നത്? നീ കൗണ്ടറോ? ഈ കോൾ എനിക്ക് വന്നിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. നീ എന്നോട് പറഞ്ഞത് പേഴ്സണൽ വിഷയം സംസാരിക്കാനല്ല, ബിസിനസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിച്ചത്, കാണാമെന്ന് പറഞ്ഞത്. അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലായി. ബിസിനസിന്റെ കാര്യം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ബിസിനസ് ഓൾവേസ് എല്ലാ സ്ഥലത്തും ബിസിനസ് ആയിട്ട് തന്നെ ഉണ്ടാവും. എന്റെ ബിസിനസ് അവിടെ തന്നെ ഉണ്ടാവും. എന്റെ ബിസിനസ് തകർക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ആ സാധനത്തിന് കഴിഞ്ഞു, അതിന്റെ സ്റ്റേജ് കഴിഞ്ഞു. അതിനകത്ത് എനിക്കെതിരെ ഒരു സാധനവും ഇതിനകത്ത് വരാനില്ല. ഞാൻ കിങ്ഡം ഇന്ത്യയുടെ ഭാഗമല്ല. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഐ എം പാർട്ട് ഓഫ് കിങ്ഡം UK. മനസ്സിലായല്ലോ? അതിൽ എല്ലാ ഉത്തരവുണ്ട്. 1. 2. അതെ, ഡിസ്കഷൻ പോയിന്റിൽ നിന്ന് നീയാണ് പോയത്. നീയാണ് പറഞ്ഞ പേഴ്സണൽ സാധനം അല്ല. ഇപ്പൊ എവിടാ വന്ന് നിൽക്കുന്നത്? നിന്റെ ഭാര്യയോട് ഞാൻ വിളിച്ചു പറയണോ കേസിന്റെ കാര്യത്തിൽ? എനിക്കറിയത്തില്ല എന്തോ നീ ഉദ്ദേശിക്കുന്നതെന്ന് പോലും. ഞാൻ വിളിച്ചു പറയണോ? ഞാൻ പറയില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പറഞ്ഞില്ലല്ലോ. പിന്നെന്തോ? അയ്യോ, എനിക്ക് പാറ്റേൺ അറിയാം ഷർഷാദിന്റെ. ഞാനിത് സംസാരിക്കില്ല. ഞാൻ അവരോട് ടോക്കിംഗ് ടേംസിലല്ല. ഞാൻ പറയാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് എന്റെ കൗണ്ടറിന്റെ അകത്ത് നിങ്ങളെയും കൂടെ എഫക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ അറിയിക്കുന്നുണ്ട്. എന്തിനാ പേടിപ്പിക്കുന്നേ? നീ ഉണ്ടെങ്കിൽ കൊടുക്കുമ്പോഴല്ലേ അതിന് മറുപടി പറയുന്നത്. ഇല്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലാത്ത കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ എന്റെ മൂഡിനനുസരിച്ച് ഞാൻ പ്രതികരിക്കും. അന്നേരം, ഇപ്പഴല്ല. അത് ആയിക്കോട്ടെ. അപ്പൊ നിങ്ങളുടെ അടുത്ത് അത്ര ആ വിഷയം എത്തിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നെ എത്തിക്കണ്ട. ഇനി എന്നെ എത്തിക്കണ്ട. നീ ചെയ്യാനുള്ളത് ഇതുവരെ ചെയ്ത പോലെ തന്നെ മുന്നോട്ട് ചെയ്താൽ മതി. എന്റെ അടുത്ത് കാര്യങ്ങൾ എത്തിക്കണ്ട ഷർഷാദ്, പ്ലീസ്. എന്നെ അങ്ങനെ കൺസിഡർ ചെയ്യണ്ട. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം നെഗോസിയേഷനോ ആർഗ്യുമെന്റിനോ വിളിച്ചതല്ല. പിന്നെന്തിനാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് പറയാൻ വിളിച്ചത്. അതെന്തിനാ പറയുന്നേ? പിന്നെ നിങ്ങൾ കേസ് കൊടുക്കാൻ പോവാണ് എന്ന് പേടിപ്പിക്കാൻ വേണ്ടി എന്റെ ഫാദറിനെ വിളിച്ചിട്ട് നിങ്ങളുടെ ID പ്രൂഫ് ഒന്ന് തരുമോ, നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനാണെന്ന് പറയുന്ന ഒരു ബുദ്ധി ഉണ്ടല്ലോ. നിങ്ങൾ ഇച്ചിരൂടെ വളരെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നൊരു ബിസിനസ്സുകാരനാണ്, അതെനിക്കറിയാം. അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ജീവിക്കാൻ നോക്ക്. എന്റെ തോളെ കയറാൻ വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എവിടെ ചെന്ന് തെരഞ്ഞാലും എന്റെ ഒരു നെഗറ്റീവ് സാധനം എന്റെ ഇതിൽ ബിസിനസ് ജീവിതത്തിലോ എന്റെ ഫിനാൻഷ്യൽ ജീവിതത്തിലോ ഉണ്ടാവത്തില്ല. അത് നിങ്ങൾ ഉച്ചയും കുത്തി നിന്നാലും കിട്ടത്തില്ല. ഓൾറെഡി നിങ്ങളെ കൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓൾറെഡി നിങ്ങളെ കൊണ്ട് അനുഭവിച്ച ഒരാൾ ഇപ്പൊ ഓൾറെഡി എന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ആരും ഇല്ല എന്നുള്ളത്. നിങ്ങൾ വളരെ ക്ലിയർ ആണ് എന്നുള്ള. ഇങ്ങനെ ഓൾറെഡി അങ്ങ് കണക്ട് ചെയ്തിരുന്ന ആളാണല്ലോ റെജി. എന്നിട്ട് എവിടെ എത്തി? റെജി പോലെ അല്ല ഇത്. ഇത് മനസ്സിലായി എനിക്ക് എന്താണ് എന്നുള്ളത്. ഭയങ്കര ബോംബാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നീ അങ്ങ് മനസ്സിലാക്കിയിട്ട് എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്യും. ഞാൻ അങ്ങ് വെയിറ്റ് ചെയ്യാം.
എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഈ ഒരു ഇൻഫർമേഷൻ മേലാൽ എന്നെ ഭീഷണിപ്പെടുത്താൻ എന്റെ നമ്പർ വിളിക്കരുത്. മേലാൽ കേട്ടല്ലോ, എന്ത് മനസ്സിലാക്കണം? കുടുംബപരമായിട്ടുള്ള പ്രശ്നം ഒരു സിനിമ എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സ്വന്തം ഭാര്യയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടി അവർ ഒരു സിനിമ എടുത്തു, പുഴു എന്ന മമ്മൂട്ടിയുടെ സിനിമ. അതിന്റെ പ്രൊഡ്യൂസർ ആയതാണ് രാകേഷ് കൃഷ്ണ. അതിന്റെ വൈരാഗ്യം. അതോടൊപ്പം തന്നെ ഷഹസാദിന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തെ പിക്ക് ചെയ്ത വ്യക്തി ആര്? കേരളത്തിലെ മഞ്ഞ ചാനൽ ഉടമയായിട്ടുള്ള മറുനാടൻ ഷാജൻ. ആ മറുനാടൻ ഷാജനെ ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് രാകേഷ് കൃഷ്ണ 2 പല്ല് തെറിപ്പിച്ചു. 2 സമാന ദുഃഖിതർ. ഒന്ന് ഭാര്യയ്ക്ക് സമൂഹത്തിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടായി കൊടുത്തു, മറ്റൊരാളുടെ 2 പല്ല് അടിച്ചു തെറിപ്പിച്ചു. ഈ 2 ദുഃഖിതർ ഒരുമിച്ച് ചേർന്ന് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ നാടകമാണ്, രാഷ്ട്രീയ കഥയാണ്. വ്യക്തിയോട് പകപോക്കാൻ വേണ്ടി സമൂഹത്തിന്റെ മുന്നിൽ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി അങ്ങ് ഇല്ലായ്മ ചെയ്യാമെന്ന് കരുതുന്നിടത്താണ് ഈ വിവാദം ഉണ്ടായിരിക്കുന്നു എന്ന് നിങ്ങളെ ആ ഫോൺ സംഭാഷണം തെളിയിക്കുന്നുണ്ട്. അല്ലാതെ പരാതിക്കാരനായിട്ടുള്ള വ്യക്തിക്ക് എന്തിനാണ് ഞാൻ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കുമെന്ന തരത്തിൽ മറ്റൊരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ പോകുന്നു, എന്റെ തെളിവുണ്ടെന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഇയാൾ എന്ത് തരം ഫ്രോഡാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? അവിടെയാണ് ഈ വാർത്ത പ്ലാൻ ചെയ്യപ്പെട്ടു എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിനും വിവാദങ്ങളെ മറികടക്കാൻ സംഘപരിവാർ ചാനലുകളായിട്ടുള്ള ഏഷ്യാനെറ്റും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ളവർ നടത്തിയ ആ രാഷ്ട്രീയ ഗൂഢാലോചനയെ പൊളിക്കുന്നതാണ് ഈ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ. ഇനി നിങ്ങൾ വിലയിരുത്തൂ, നിങ്ങൾ തന്നെ ചിന്തിക്കൂ. കുടുംബ പ്രശ്നമായതിനെ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടിയത് എന്നതിനെ സംബന്ധിച്ചുള്ള സംഘിക്കുബുദ്ധിയും അതിൽ സംഘപരിവാറുകാർ നടത്തുന്ന പ്രചരണത്തിന്റെ ഉദ്ദേശശുദ്ധിയും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.